ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടികൾ സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ये हमारे पूरे पॉलिटिकल पार्टीज ने दर्शाया है और सब लीडर्स ने एक मत से हमारे सेनाओं ने जो कार्रवाई की है ऑपरेशन सिंदूर को लेकर के पूरे बधाई भी दिया और गौरव का एहसास सबको हुआ है और सबने एक जुट में कहा है कि सरकार का हर निर्णय को साथ देंगे, सेना की हर कार्रवाई को साथ देंगे। तो हम सभी जितने भी पार्टी के लोग थे सभी ने ये बताया कि इस घड़ी में, इस संकट के घड़ी में हम सब आपके साथ हैं और आप जो काम कर रहे हैं करते रहिए और देश के हित में हम आपके साथ रहेंगे। पूरा सपोर्ट दिया हमने। जो खारगे जी ने कहा वो सही है कि ऐसी चीज़ें हैं जो डिस्कस नहीं करनी है, तो बस सबने सपोर्ट किया। രാജ്നാഥ് സിംഗ് അത് സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു. 100 പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ. പക്ഷേ ഇനിയും പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ 100 പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിച്ചത്. യെസ്, ഡൽഹിയിൽ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടു. ആഭ്യന്തര സെക്രട്ടറി പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, രാജ്യം ഒറ്റക്കെട്ടാണ്, കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും ഒപ്പമാണ് എന്ന് ഇപ്പോൾ എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം അതിൽ വായിച്ചു. 100 ഭീകരർ കൊല്ലപ്പെട്ടു, അതിൽ കൊടും ഭീകരർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്നുകൂടി പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിൽ നടന്നത്? അതിന്റെ ഒരു തീരുമാനം എങ്ങനെ എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും വിനീത? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേർന്ന ആദ്യ സർവകക്ഷി യോഗമാണ്. ഏതാണ്ട് 1.5 മണിക്കൂറോളം യോഗം നീണ്ടുനിന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പ്രതിരോധ മന്ത്രി യോഗത്തെ വിശദീകരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായും ചില ചോദ്യങ്ങൾ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. യോഗത്തിൽ ആദ്യം സംസാരിച്ചത് മല്ലികാർജ്ജുൻ ഖർഗെയായിരുന്നു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം എന്ന രീതിയിൽ കേന്ദ്രമന്ത്രിമാർ യോഗത്തെ അറിയിച്ചത് രാജ്യം ഒറ്റക്കെട്ടായി, നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകേണ്ട സമയമാണെന്നൊരു സന്ദേശം കേന്ദ്രമന്ത്രിമാർ യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ ഒരു ദർശനമെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നൊരു കാര്യം അദ്ദേഹം തമാശ രൂപേണ യോഗത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ, അവരുടെ ചില ആശങ്കകളൊക്കെ തന്നെ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം, അതായത് ഇന്ത്യയുടെ 5 ഫൈറ്റർ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയ തരത്തിലൊരു ആരോപണം, ഒരു അവകാശവാദമൊക്കെ പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു വ്യക്തത വരുത്തണമെന്ന കാര്യം യോഗത്തിൽ അവർ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പാക് മാധ്യമങ്ങളടക്കം ഇത്തരത്തിലേക്കുള്ള ചില വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിലെ സത്യാവസ്ഥ കേന്ദ്രം തുറന്നു പറയണമെന്നൊരു ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്തിലെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മൗലാന അസറിനെ കുറിച്ചുള്ള ചില പ്രത്യേക ചോദ്യങ്ങൾ അതും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1999 അന്നത്തെ NDA സർക്കാർ വിട്ടയച്ച ആളാണ് ഈ മൗലാന അസർ. ഈ ഭീകരൻ ഇപ്പോഴും അതിർത്തിയിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്കടക്കം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു, അതുകൊണ്ട് തന്നെ ഈ മൗലാന അസറിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ കടക്കുമെന്നൊരു ചോദ്യമൊക്കെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലും ഒപ്പം തന്നെ ഈ മൗലാന അസറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക മറുപടി ഈ ചോദ്യങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് ഈ യോഗം കഴിഞ്ഞെത്തിയ ജോൺ ബ്രിട്ടാസ് എംപി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇക്കാര്യത്തിൽ വിളിക്കണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും ഒരു കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനോടകം സ്വീകരിച്ച നടപടിക്രമങ്ങളൊക്കെ തന്നെ
വിശദീകരിച്ചു പോകുന്നതായിരുന്നു ഈ യോഗം എന്നുള്ളതായിരുന്നു നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനം ഉണ്ടാകില്ല എന്നൊരു സൂചനകളാണ് ഈ പ്രതിരോധ മന്ത്രി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇതിനോടകം എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യം ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചിട്ടുണ്ടായിരുന്നു യോഗത്തിൽ. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ചില കണക്കുകൾ, ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 100ഓളം ഭീകരർ ഈ ആക്രമണത്തിൽ, കൊടും ഭീകരരടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അനുമാനത്തിലാണ് നമ്മളെന്നാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ, അതിൽ കൃത്യമായിട്ടുള്ള മറുപടി പ്രതിരോധ മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും ഒരു നിർദ്ദേശം എന്ന തരത്തിൽ എം പിമാർ മുന്നോട്ട് വെച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ജമ്മു കാശ്മീരിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ അതിർത്തി മേഖലകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലൊരു പാക് പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സാധാരണക്കാരായ ആളുകളാണ്. അവർ നമ്മൾ ജമ്മു കാശ്മീരിലെ ജനതയെ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണെന്നും പ്രത്യേക സംഘത്തെ കാശ്മീരിലേക്ക് പിന്നീട് ആ സ്ഥിതിഗതികളൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സഹായങ്ങൾ, ഉറപ്പുകളൊക്കെ നൽകണമെങ്കിൽ അതിനായി ഒരു പ്രത്യേക സംഘത്തെ കാശ്മീരിലേക്ക് അയക്കണമെന്നൊരു ആവശ്യം കൂടി ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തത് വലിയൊരു വിവാദത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ല. അതിനൊരു തമാശ രൂപേണ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയൊരു മറുപടിയായിരുന്നു. മോദിയുടെ സന്ദർശനം ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നായിരുന്നു അദ്ദേഹം ഒരു തമാശ രൂപേണയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോഴുള്ളൊരു സാഹചര്യം അങ്ങനെ ഒരു വലിയ ആരോപണങ്ങളിലേക്കോ പ്രത്യാരോപണങ്ങളിലേക്കോ ഒക്കെ പോയി കൂടുതൽ ഒരു സംഘർഷ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. അത് നേതാക്കൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നൊരു കാര്യം തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ അതൊരു തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ഇതിൽ പറഞ്ഞതായി ചില ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണോ? ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഈ യോഗത്തിൽ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ യോഗത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രതികരണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വിമാനങ്ങൾ ഞങ്ങൾ തകർത്തിട്ടു എന്നൊക്കെ അവർ ഉന്നയിക്കുന്ന ചില അവകാശവാദങ്ങളുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത വരുത്തണമെന്നൊരു ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്ന്.